സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ രാജ്യത്തിന്റെ നിയമം അനുസരിക്കുവാൻ തയ്യാറാകാത്തവരുമായി ഇനി സഖ്യ ചർച്ചയ്ക്കില്ലെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സർക്കാരുകൾ ഉൾപ്പെടെയുള്ള മധ്യസ്ഥതയിൽ നിന്ന് സഭയ്ക്ക് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ചർച്ച് ബില്ലിൽ ഭയമില്ല, നേരിടുമെന്നും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, അങ്ങനെ അനുനയ ശ്രമങ്ങൾക്ക് എന്താണെങ്കിലും ഓർത്തഡോക്സ് സഭ ഇല്ലെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് തന്നെ സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്ത് വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഓർത്തഡോക്സ് സഭയുടെ നയങ്ങൾ? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയൊരു അനുനയ ചർച്ചയ്ക്കോ സഖ്യ ചർച്ചയ്ക്കോ തങ്ങൾ തയ്യാറല്ല എന്നാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചർച്ചകൾ ഒരുപാടായി, പക്ഷേ സഭയ്ക്ക് ഗുണകരമായിട്ട് ഒരു ചർച്ചയും മാറിയിട്ടില്ല. സഭയ്ക്ക് എതിരായിട്ട് മാത്രമേ എല്ലാ ചർച്ചകളും മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയൊരു തുടർ ചർച്ചയ്ക്ക് ഇല്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. രാജ്യത്തിന്റെ നിയമം അനുസരിക്കാൻ തയ്യാറാകാത്തവരുമായി ഒരു സഖ്യ ചർച്ചയ്ക്കും തുടർന്നുണ്ടാകില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പല ചർച്ചകൾക്കും മധ്യസ്ഥത വഹിച്ചിരുന്നു. പക്ഷേ ഈ മധ്യസ്ഥതയിലും സഭയ്ക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. മധ്യസ്ഥ ആൾക്കാരൊക്കെ തന്നെ മറുവിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എല്ലാ തവണയും സ്വീകരിച്ച് പോരുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചർച്ച് ബില്ലുമായി ബന്ധപ്പെട്ട നിലവിൽ അത് കൊണ്ടുവരുന്നതിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് യാതൊരു ഭയവുമില്ല. അതിനെ നേരിടേണ്ട രീതിയിൽ കൃത്യമായിട്ട് നേരിടുമെന്നും സഭാ വക്താക്കൾ അറിയിച്ചിരിക്കുന്നു. തീയിൽ കൂടി കടന്നുപോയ സന്ദർഭങ്ങൾ വരെ ഓർത്തഡോക്സ് സഭയ്ക്ക് നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇനിയും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് സർക്കാരാണ് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നൽകുകയോ ചെയ്യുന്നത് അതിനെ കൃത്യമായിട്ട് നേരിടേണ്ട രീതിയിൽ തന്നെ നേരിടുമെന്നാണ് ഓർത്തഡോക്സ് സഭ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം സഭാ ഭരണഘടനയും സുപ്രീം കോടതി വിധിയും കുരുതി കൊടുത്തുകൊണ്ട് ആരുമായിട്ടും ഒരു സമാധാനത്തിനും സഭ അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചയ്ക്കും സഭ തയ്യാറല്ലെന്നും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ദേവലോക മരമനയിൽ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ 3ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള പ്രത്യേക കുർബാനയിലാണ് ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നയം ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും സർക്കാരിനെതിരെ തന്നെ രൂക്ഷ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തുടർ ചർച്ചകൾക്ക് പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ കടുത്ത നിലപാടുകളുമായി തന്നെ സഭ ഓർത്തഡോക്സ് സഭ വിട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരാണ് ഈ ഒരു പ്രതികരണത്തിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഗോകുൽ, യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗ പ്രശ്നത്തിൽ അനുനയ ചർച്ചകളിലേക്ക് ഇല്ല എന്നുള്ള സൂചനകളാണ് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇനി കാണേണ്ടത് സർക്കാരിന്റെ നിലപാടാണ്. കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത് ഗോകുൽ രമേശ്.